വലതുപക്ഷത്തിൻ്റെ അജണ്ട, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു വിടുന്ന അജണ്ട കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും ഇടതുപക്ഷത്തിന് കഴിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സമ്മേളന ചർച്ചയുടെ പ്രത്യേകത. വളരെ പ്രത്യേകതയുള്ള ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. ഞാൻ ഈ ഘട്ടത്തിൽ വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം DYFIയുടെ വിവിധ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അവരുടെ സംസാരത്തിന് ഇന്ന് കൂടുതൽ സമയം കൊടുക്കുന്നതാണ് നന്നാവുക. എങ്കിലും നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെ രാജ്യത്തെ ബാധിക്കുന്നു അത് നാം പരിശോധിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ പരിഹാസ്യമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി അപമാനിതരാകുന്നത് നമ്മളാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യ എന്ന ഈ രാഷ്ട്രം ദീർഘകാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ കഴിഞ്ഞ രാഷ്ട്രമാണ്. ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തിയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ് ഇന്ത്യയിലാകെ നടന്നത്. അതിൻ്റെ ഉൽപ്പന്നമായ ഇന്ത്യയിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയും നിലപാടും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. ചേരിചേരാ നയമാണ് നമ്മൾ അംഗീകരിച്ചതെങ്കിലും ആ ചേരിചേരാ നയത്തിൻ്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. ആ ഘട്ടത്തിൽ ഇന്ത്യയുടെ ശബ്ദം ലോകമാകെ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, അവരെല്ലാം സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യയുടെ ശബ്ദം നല്ലതുപോലെ സ്വീകരിക്കുന്ന നിലയുണ്ടായി. എന്നാൽ ആ നിലയിൽ പിന്നീട് മാറ്റം വന്നു. ആ കാലത്ത് നാം പാലസ്തീനോടൊപ്പമായിരുന്നു. ദീർഘകാലം പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടാണ് നാം നീങ്ങിയത്. ഇവിടെ ആ നയത്തിൽ കോൺഗ്രസ് തന്നെ മാറ്റം വരുത്തി. ഇസ്രയേലിനോട് ഒരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രമായിരുന്നു നമ്മുടെ രാഷ്ട്രം. അത് ബന്ധപ്പെടാമെന്ന നിലയിലേക്ക് കോൺഗ്രസ്സിന് എത്തുന്ന അവസ്ഥ വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തുടർച്ചയായി BJP അധികാരത്തിൽ വന്നപ്പോൾ ഈ നയം കൂടുതൽ തീവ്രമായി നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ എല്ലാ ആക്രമണത്തിനും അമേരിക്കയോടൊപ്പം നിൽക്കുകയും ആക്രമണത്തിൽ പങ്കാളികളാകുകയും അതിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുകയൊക്കെ ചെയ്ത നേറ്റോ രാഷ്ട്രങ്ങളിൽ ചിലത് അമേരിക്കയ്ക്കെതിരെ സമീപനം സ്വീകരിച്ചു. അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ മണ്ണിൽ ഇറങ്ങാൻ പാടില്ല. ഇത് നേറ്റോ രാഷ്ട്രങ്ങളാണ്. അമേരിക്കയിൽ തന്നെ അമേരിക്കയുടെ നിലപാടിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ രാജ്യം അമേരിക്കയുടെ നിലപാടിനോടൊപ്പമാണ് നിന്നത്. പൂർണ്ണമായി അമേരിക്കൻ നിലപാടിനോടൊപ്പം. ഈ നിലപാട്
എങ്ങനെയാണ് വന്നത്? ഇവിടെയും കോൺഗ്രസിൻ്റെ സംഭാവന നാം ഓർക്കണം. ഒന്നാം UPA ഗവൺമെൻറ് കാലം ആണവക്കരാർ ഒപ്പിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം അത്തരമൊരു കരാർ ഒപ്പിടാൻ പാടില്ല, അത് രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിൻവാങ്ങണം, ഒപ്പിടില്ല എന്നുറപ്പ് നൽകുന്നു. ആ ഉറപ്പ് നൽകിയ പ്രധാനമന്ത്രി തന്നെ പിന്നീട് അത് ലംഘിക്കുന്നു. പിറ്റേ ദിവസം ഒപ്പിടുന്നു. ഓർമ്മയില്ലേ നമുക്ക് ഒന്നാം UPA ഗവൺമെൻറ് കാലത്ത് സംഭവിച്ചത്? അതിൻ്റെ വിപുലീകൃത രൂപം ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് നടപ്പാക്കുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയിരിക്കുന്നു. ഇസ്രയേലിനെ അംഗീകരിക്കാതിരുന്ന ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഗാസയിൽ ആളുകളെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറയുന്നു, ഞങ്ങളുടെ പിന്തുണയിൽ ഇന്ത്യ എന്ന മഹാരാജ്യമുണ്ട് എന്ന്. ഞങ്ങൾ ലോകത്ത് ഒറ്റപ്പെട്ടവരല്ല, വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് ലോകരംഗത്ത് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയാണ്. എന്താണ് കാര്യം? ഇസ്രയേലിലെ സിയോണിസ്റ്റുകളും ഇവിടുത്തെ RSSഉം ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. അപ്പോൾ ഒരു പുതിയ അച്ചുതണ്ട് രൂപം കൊള്ളുന്നു. അമേരിക്കയും ഇസ്രയേലും ഇന്ത്യയും കൂടിയുള്ള ഒരു അച്ചുതണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത്? എത്രമാത്രം അപമാനകരമായ അവസ്ഥയാണിത്. രാജ്യത്താകെ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതികരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരേണ്ട പ്രതികരണം ഒരു സംശയവുമില്ല രാജ്യത്തെ യുവതയിൽ നിന്നാണ്. യുവത എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം സ്വീകരിച്ചതാണ്. ഈ ഘട്ടത്തിൽ അതീവ പ്രാധാന്യത്തോടെ ആ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് നാം കാണേണ്ടത്.